30 വർഷത്തെ പാരമ്പര്യമുള്ള TTM ഔഷധശാലയ്ക്ക് കീഴിൽ പ്രസവാനന്തര പരിചരണവുമായി TTM അസ്ലി മോംസ് ക്രാഡിൽ ഇനി പുല്ലങ്കോടും. TTM അസ്ലി മോംസ് ക്രാഡിൽ, പുല്ലങ്ങോട്, കാളികാവ്. പോത്തുകല്ല് മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതിയിൽ പ്രീ പ്രൈമറി സ്കൂളിനും കമ്മ്യൂണിറ്റി ഹാളിനും, കരളായി ഉൾവനത്തിലെ മുണ്ടക്കടവ് ഉന്നതിയിൽ അങ്കണവാടിക്കും വനം വകുപ്പ് സ്ഥലം നൽകുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായി 7 വർഷമായി മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിലെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ കഴിയുന്ന തണ്ടൻകൽ ഉന്നതിക്കാരെ പുനരധിവസിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വാണിയമ്പുഴയിൽ ഒരു ഉണർവ് പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നതിയിൽ ചെല്ലുമ്പോൾ അവരുടെ ഉന്നതി കാണുന്നു, എല്ലാവരും കാണുന്നു. അവരുടെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സാധനങ്ങൾ വിദേശികൾ ടൂറിസ്റ്റുകളായിട്ടുള്ളവർ വാങ്ങിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഉന്നതിയിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ഇതെല്ലാം ടൂറിസ്റ്റുകളെ കാണിക്കുകയാണ്. അവരുടെ സംസ്കാരം, അവരുടെ തനതായിട്ടുള്ള കലകൾ, അവരുടെ തനതായിട്ടുള്ള ആ വാസനകളെല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ് അവിടുത്തെ ടൂറിസം. ഞാൻ മന്ത്രിയായി ചുമതല എടുത്തപ്പോൾ ആദ്യം കൊടുത്ത നിർദ്ദേശങ്ങളിൽ ഒന്നതാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആദിവാസി സമൂഹത്തിന്റെ അവരുടെ കാത്തു സൂക്ഷിക്കേണ്ട ഇത്തരം കലകൾ കൂടി പ്രദർശിപ്പിക്കുന്ന വിദേശികളല്ല ടൂറിസ്റ്റുകളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മേഖല നമ്മുടെ ജൈവ വൈവിധ്യം ഇന്ന് ലോകത്തിലേക്ക് ഏറ്റവും മെച്ചപ്പെട്ട ജൈവ വൈവിധ്യങ്ങളിലൊന്നാണ്. അതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ടൂറിസത്തിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. ടൂറിസം എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ പലതും ഉണ്ട്. നമ്മളിപ്പം വന്യമൃഗങ്ങളുടെ ശല്യത്തെ കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. വനാതിർത്തികളിൽ വന്യമൃഗ ശല്യം എന്ന് പറയുന്നുണ്ട്. പക്ഷേ വനാതിർത്തികളിലെ പല റിസോർട്ടുകളും അവിടെ ഉപ്പ് വെക്കുന്നുണ്ട് വന്യമൃഗം വരാൻ വേണ്ടി എന്നുള്ളത് ആരും പറയുന്നില്ല. ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് മൃഗങ്ങളെ കാണാൻ വേണ്ടി അവിടെ ഉപ്പ് വെക്കുന്നുണ്ട്. ആ ഉപ്പ് കഴിച്ച് ശീലിക്കുന്ന ആന നാളെ അടുത്ത വീട്ടിലേക്ക് പോകും ഉപ്പുണ്ടോ എന്ന് നോക്കിക്കൊണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ടൂറിസത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ ടൂറിസത്തിലേക്ക് പോകുമ്പോൾ അവിടെയും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സുരക്ഷ മാത്രമല്ല, റിസർവ് ഫോഴ്സ് മാത്രമല്ല, ആ ടൂറിസ്റ്റുകളെ കാട് കാണിക്കാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങളിലെ ഉന്നതിയിലെ സഹോദരങ്ങളെ അവരെ പ്രാപ്തരാക്കി അവർക്ക് ട്രെയിനിങ് കൊടുത്ത്, ഞാൻ ഇവരടുത്ത് പറഞ്ഞത് ഒരു ഗൈഡും കം സെക്യൂരിറ്റി, ഗൈഡ് കം ഗാർഡ്, ഗൈഡും ഏതൊരു വ്യക്തിയും വനത്തിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗൈഡോ ഒരു ഗാർഡോ കൂടെ വേണം. അത് ഉന്നതികളിൽ താമസിക്കുന്ന ചെറുപ്പക്കാരതിന് തയ്യാറായിട്ടുള്ളവരെ അതിന് നമ്മൾ പരിശീലിപ്പിച്ചിട്ട് ആ നിലയിലേക്ക് അവരെ മാറ്റിയെടുക്കും. അന്നേരം ഈ മേഖലയെ തണ്ടൻകല്ലുകാർ മുമ്പ് താമസിച്ചിരുന്ന മുണ്ടേരി വനത്തിനുള്ളിലെ സ്ഥലം വാസയോഗ്യമാണെന്ന് ജിയോളജി വകുപ്പ് റിപ്പോർട്ട് നൽകിയാൽ ആ സ്ഥലം ഉടൻ കൈമാറും. ഇവിടെ വാസയോഗ്യമല്ലെന്നാണ് റിപ്പോർട്ടെങ്കിൽ പകരം ഭൂമി കേന്ദ്ര അനുമതിയോടെ 6 മാസത്തിനകം കൈമാറാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനത്തിനുള്ളിലെ ആദിവാസി ഉന്നതിയിലുള്ളവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിനായി വനം മന്ത്രി വനത്തിനുള്ളിലെ 36 ഉന്നതികൾ സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങൾ നേരിൽ കേട്ട് അവയ്ക്ക് പരിഹാരം കാണുന്നതിനാണ് ഊരുണർവ് പദ്ധതി സംഘടിപ്പിച്ചത്. ആര്യടൻ ഷൌക്കത്ത് MLA അധ്യക്ഷത വഹിച്ചു. പട്ടികവർഗ വകുപ്പുമായി സഹകരിച്ചാണ് സന്ദർശനം. വാണിയമ്പുഴ, തരിപ്പപ്പൊട്ടി ഉന്നതികളിലായി 43 അപേക്ഷകരിൽ 39 കുടുംബങ്ങൾക്കുള്ള വനാവകാശ രേഖ മന്ത്രി കൈമാറി. 2 പേർക്കുള്ള രേഖ 1 മാസത്തിനകവും 2 പേരുടെ രേഖകൾ പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി. 500 പേരുടെ വനം വകുപ്പ് സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് ആദിവാസി വിഭാഗങ്ങൾക്കുള്ളവർക്ക് മുൻഗണന നൽകും. കായികക്ഷമതയുള്ള ആദിവാസി വിഭാഗങ്ങളിലുള്ളവരെ പരിഗണിച്ച ശേഷമേ മറ്റുള്ളവർക്ക് അവസരം നൽകൂ. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കാടിനെ അറിയുന്ന ആദിവാസി യുവാക്കൾക്ക് ഗൈഡ് കം ഗാർഡായി പ്രത്യേക പരിശീലനം നൽകി ഇവർക്ക് തൊഴിൽ അവസരം സൃഷ്ടിക്കും. അഡീഷണൽ പ്രിൻസിപ്പൽ CCF ഡോക്ടർ പ്രമോദ് G കൃഷ്ണൻ, CCFമാരായ K വിജയാനന്ദ്, K കാർത്തികേയൻ, ജില്ലാ കളക്ടർ വിനയ് ഗോയൽ, പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ, നിലമ്പൂർ സൌത്ത് DFO G ധനിക്ലാൽ, നോർത്ത് DFO P ധനീഷ് കുമാർ, പോത്തുകല പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ്, ITDP ജില്ലാ പ്രൊജക്ട് ഓഫീസർ M ബിമിൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര.